ചക്രു സ്റ്റോറീസ് അവതരിപ്പിക്കുന്ന ഓൾഡ് ഹോളിവുഡ് മൂവിയുടെ മൂന്നാമത്തെ ഒരു സിനിമ നിങ്ങൾക്കായി ഞാൻ പരിചയപ്പെടുത്തുകയാണ്. ദ ഗോഡ് മസ്റ്റ് ബി ക്രൈസി എന്നാണ് സിനിമയുടെ പേര്. അത് മലയാളത്തിൽ പറഞ്ഞാൽ ദൈവങ്ങൾക്ക് ഭ്രാന്തായിരിക്കണം. കഥാ, തിരക്കഥ, സംവിധാനം, സംഭാഷണം ബാലചന്ദ്ര മേനോൻ എന്ന് എഴുതുന്ന പോലെ തന്നെയാണ് 1980 ജാമിയൂസ് രചന, നിർമ്മാണം, അതുപോലെ എഡിറ്റിംഗ്, സംവിധാനം നിർവഹിച്ച ഒരു ചിത്രമാണ് ദ ഗോഡ് മസ്റ്റ് ബി ക്രൈസി എന്ന കോമഡി മൂവി. ഇത് ഒരു 5 സീരീസ് തന്നെ ഇതിൻ്റെതായിട്ട് ഉണ്ട്. ദക്ഷിണാഫ്രിക്ക പശ്ചാത്തലമാക്കിയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഒരു വിമാനത്തിൽ നിന്ന് ഒരു കൊക്കോകോള കുപ്പി താഴെ വീഴുന്നു. ആ കൊക്കോകോള കുപ്പി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണക്ക് പ്ലാസ്റ്റിക് അല്ല, ഒരു ഗ്ലാസ് കുപ്പിയാണ്. അതൊരു കാട്ടുജാതിക്കാരനെ കിട്ടുകയും ആ കാട്ടുജാതിക്കാരൻ അവരെ ഗോത്രത്തിലേക്ക് ഈ കുപ്പി കൊണ്ടുപോവുകയും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം വീണ്ടും ഈ കുപ്പി ദൈവത്തിന് തിരിച്ചു നൽകാൻ, ദൈവത്തിൽ നിന്ന് കിട്ടിയെന്നാണ് അവർ വിചാരിക്കുന്നത്, ദൈവത്തിലേക്ക് തിരിച്ചു നൽകാൻ വേണ്ടിയിട്ട് യാത്ര നടത്തുമ്പോൾ ഒരു ജീവശാസ്ത്രജ്ഞനെയും അതുപോലെ തന്നെ ഒരു ടീച്ചറെയും പിന്നെ ഗറില്ല യുദ്ധവാദികളുടെ ഇടയിലേക്കാണ് അദ്ദേഹത്തിന് കയറി വരുന്നത്. അവിടെ നടക്കുന്ന രസകരമായ സംഭവങ്ങളാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. 5 ബില്യൺ ബജറ്റിൽ ഒരുങ്ങിയ ഈ ചിത്രം 1.8 ബില്യൺ കളക്ഷൻ സ്വന്തമാക്കി ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വമ്പൻ വിജയം നേടുന്ന ചിത്രമായി മാറുകയും ഇത് പല റെക്കോർഡുകളും സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ ഈ ചിത്രം മറ്റ് രാജ്യങ്ങളിലും നിരൂപക പ്രശംസയും അതുപോലെ തന്നെ വാണിജ്യപരമായും നല്ല ഒരു നേട്ടം ഉണ്ടാക്കി കൊടുത്തു. എന്നാൽ 1980 റിലീസ് ചെയ്ത ഈ ചിത്രം 1984 റിലീസ് ചെയ്താണ് അമേരിക്കയിൽ കളക്ഷൻ ഉണ്ടാക്കാൻ സാധിച്ചത്. 20th ഫോക്സ് സെഞ്ചുറിയാണ് ഇത് വീണ്ടും റിലീസ് ചെയ്തത്. ഇന്ന് മാത്രമല്ല കേട്ടോ റിലീസ് ഉള്ളത്, അന്നും ഉണ്ട് ഈ ചായനം. കഥ കേൾക്കുമ്പോൾ ഇത്രയും കേട്ടതിന് ശേഷം നിങ്ങൾ മൊത്തം കണ്ടതിന് ശേഷം സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്താൽ മതി. പക്ഷേ വൺ കണ്ടീഷൻ, മൊത്തവും കണ്ടതിന് ശേഷം മാത്രം. ഈ ചിത്രത്തിൻ്റെ വിജയത്തിന് ശേഷം ഇതിനൊരു 4 ഭാഗവും കൂടെ ഉണ്ടായി. മൊത്തം 5 ഭാഗമുണ്ട്. അപ്പോൾ 2 ഒഫീഷ്യലായിട്ട് ദ ഗോഡ് മസ്റ്റ് ബി ക്രൈസി എന്ന് പറയുന്ന ഫസ്റ്റ് ഭാഗം, അതുപോലെ ദ ഗോഡ് മസ്റ്റ് ബി ക്രൈസി എന്ന് പറയുന്ന സെക്കൻഡ് ഭാഗം, അതുപോലെ തന്നെ ക്രൈസി സഫാരി എന്ന് പറയുന്ന അൺഒഫീഷ്യലിൻ്റെ ഫസ്റ്റ് ഭാഗം, അതുപോലെ ക്രൈസി ഹോങ്കോങ് എന്ന് പറയുന്ന 4ാമത്തെ ഭാഗം, അതുപോലെ തന്നെ 5ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ദ ഗോഡ് മസ്റ്റ് ബി ഫണ്ണി ഇൻ ചൈന എന്ന് പറയുന്ന ഒരു 5ാമത്തെ ഭാഗവും കൂടി ഇതിനകത്ത് ഉണ്ട്. അതും ഞാൻ എവിടെന്നെങ്കിലും നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് ഇവിടെ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് കഥയിലേക്ക് പോകാം. സിനിമയുടെ ആഫ്രിക്കൻ സംഭാഷണം ഇംഗ്ലീഷിലേക്ക് ഡബ് ചെയ്ത് ഇത് വിജയിപ്പിച്ചെങ്കിലും എന്നാൽ ഈ സിനിമ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. ദക്ഷിണാഫ്രിക്കയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. അതായത് ദക്ഷിണാഫ്രിക്കൻ വംശീയതയുടെയും വർണ്ണ വിവേചനത്തിൻ്റെയും പ്രശ്നങ്ങളും അജ്ഞതയും ഇതിനകത്ത് ചൂണ്ടിക്കാട്ടുന്നത് ഒരു വലിയ പ്രശ്നമായി മാറുകയും ചെയ്തു. അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ നിങ്ങൾക്ക് കേൾക്കണമല്ലേ? അപ്പോൾ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കഥ നമുക്ക് തുടങ്ങാം. അപ്പോൾ വിഷ്വലുമായി ഇതാ വരും. 1980 സെപ്റ്റംബർ 10 ജാമിയൂസ് രചന, നിർമ്മാണം, എഡിറ്റിംഗ്, സംവിധാനം എന്നിവ നിർവഹിച്ച ഈ കോമഡി ചിത്രം, അതായത് ദ ഗോഡ്സ് മസ്റ്റ് ബി ക്രൈസി എന്ന ചിത്രം ദക്ഷിണാഫ്രിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് റിലീസ് ചെയ്തത്. ഈ ചിത്രം ഒരു കോമഡി ചിത്രമാണ്. പക്ഷേ നമ്മൾ ഈ സിനിമ ആദ്യം കാണുമ്പോഴത്തേക്ക് നമുക്കൊരു ഡോക്യുമെൻ്ററി ഫീലാണ്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യം ഞാൻ ഈ പരിചയപ്പെടുത്തിയാലും നിങ്ങൾ ചിലപ്പോൾ എന്നെ തെറി വിളിക്കും, ഈ ഒരു സിനിമയാണ് ഭയങ്കര കോമഡി എന്ന് പറഞ്ഞ് നമുക്ക് പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ഇതിൻ്റെ കഥ തുടങ്ങുന്നതെന്ന് പറയുന്ന കുറേ ജന്തുജാലങ്ങളെ കാണിച്ച് അവിടെ ഇങ്ങനെ വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വരൾച്ച വരികയാണെങ്കിൽ ജീവികളൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ മനുഷ്യരുണ്ടായിരുന്നെങ്കിലും ആ മനുഷ്യർ അപ്പോൾ ആണ് ഈ കാട്ടുജാതിക്കാരെ കാണിക്കുന്നത്. ഈ കാട്ടുജാതിക്കാരെങ്ങനെയായിരിക്കും ഇതിനെ തരണം ചെയ്യുന്നത്? അപ്പോൾ അവരെ ഈ കായ്കളൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാറ് കുടിച്ചാണ് ആ സമയത്ത് വെള്ളം കുടിക്കാനായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെ ഉടനെ നഗരം കാണിക്കുന്നു, ദക്ഷിണാഫ്രിക്കൻ നഗരങ്ങൾ കാണിക്കുന്നു. അവിടെയുള്ള ആൾക്കാർ ഭയങ്കര ഇതായിട്ട് പോകും.
ഇതിനുശേഷം വീണ്ടും കാട്ടിലേക്കാണ് വീണ്ടും ക്യാമറ തിരിക്കുന്നത്. ഒരു വിമാനത്തിൽ നിന്ന് ഒരു കുപ്പി താഴെ വീഴുന്നു. കൊക്കക്കോളയുടെ കുപ്പി താഴെ വീഴുന്നു. അതാണ് പ്ലാസ്റ്റിക് കുപ്പിയല്ല കേട്ടോ, ഗ്ലാസ് കുപ്പിയാണ്. ഞാൻ ആദ്യമേ തൊട്ടേ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ കുപ്പി വെച്ച് അവർ പല കാര്യങ്ങളും ഇടിച്ച് പിഴിയാനാണെങ്കിലും ചില പൊട്ടുകൾ പോലെ ഉണ്ടാക്കാനാണ് പല രീതിയിൽ ഒരു മ്യൂസിക്കിനാണെങ്കിലും പല രീതിയിൽ ഇവർ ഇതിനെ പ്രയോജനപ്പെടുത്തും. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എല്ലാവർക്കും വേണം ഈ കുപ്പി. അവർ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടെയൊക്കെ കഴിഞ്ഞിരുന്നിടത്തേക്കാണ് ഈ കുപ്പി വന്നത്. ദൈവം കൊടുത്തു എന്ന് വിചാരിച്ചാണ് ഇവർ ഈ കുപ്പി സ്വീകരിക്കുന്നത്, എടുക്കുകയും ചെയ്യുന്നത്. അതൊരു ദൈവത്തിൻ്റെ സൃഷ്ടി എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ കുപ്പി അവരിൽ പക, വിദ്വേഷം, അങ്ങോട്ടും ഇങ്ങോട്ടും അസൂയ, പ്രശ്നങ്ങൾ, കോപം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നതിന് ഇവരെന്ത് ചെയ്തു? ഈ കുപ്പി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവർ ആരും കാണാതെ ഈ കുപ്പി കൊണ്ടുവന്ന് ഇതിൻ്റെ ഗോത്ര തലവൻ കൊണ്ടുവന്ന് കുഴിച്ചു മൂടുന്നു. പക്ഷേ ഏതോ മൃഗങ്ങൾ അതിനെ വീണ്ടും വലിച്ച് പുറത്തിട്ട് 2 കുട്ടികൾ എടുത്തുകൊണ്ട് വന്ന് പിന്നും അതിൽ അടിയായി, പ്രശ്നമായി. വീണ്ടും കുപ്പി ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു. ഇപ്പോഴത്തെ കാലത്തും കുപ്പിയാണല്ലേ പ്രശ്നം. നമ്മുടെ ഇതിലൊക്കെ എന്തിനും കുപ്പി എടുക്കുക, പ്രശ്നം ഉണ്ടാക്കുക. അതുപോലെ ഇവിടെയും കുപ്പിയാണ് പ്രശ്നം. അങ്ങനെ ഇവർ ഈ കുപ്പി ദൈവം തന്നതല്ല, അപ്പോൾ ദൈവത്തിന് തിരിച്ചേൽപ്പിക്കാനായിട്ട് ഇവർ പോകുന്നു. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഗൊറില്ല സംഘവും മറ്റും വരുന്നത്. അവർ വന്നിട്ട് നഗരം പിടിച്ചടക്കാനൊക്കെ ഉള്ള പല കാര്യങ്ങളും, അപ്പോൾ കുറേ ആക്ഷൻ രംഗങ്ങളും അങ്ങനെയൊക്കെ കാണിക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലൊരു ജീവശാസ്ത്രജ്ഞനെ കാണിക്കുന്നത്. പുള്ളി വരുന്നതോടെ സിനിമ ആദ്യമേ ഡോക്യുമെൻ്ററി, അല്ലെങ്കിൽ ഒരു ക്ലാസിക്, അത് പിന്നെ അടുത്ത കുറച്ച് ആക്ഷൻ ത്രില്ലറിലോട്ട് പോയി, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ കോമഡി ജനറിലേക്ക് പോവുകയാണ്. പുള്ളി എപ്പോഴൊക്കെ വരുന്നോ അപ്പോഴൊക്കെ സ്ലാപ്സ്റ്റിക് ആയിട്ടുള്ള കോമഡികൾ, അതും ഇത്ര ടൈമിങ്ങോടെ. ഇപ്പോഴത്തെ സിനിമയൊക്കെ കാണുമ്പോഴാണ് നമ്മൾ പറയല്ലേ, ഇതുപോലുള്ള പെണ്ണുങ്ങളെ കാണുമ്പോൾ വീട്ടിലിരിക്കുന്നിടത്ത് കിടത്തിയിടാൻ തോന്നുന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലേ, അതുകൂടെ പറയാം. ഇതുപോലത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ ഇപ്പോഴിറങ്ങുന്ന ഇത്രയും ടെക്നിക്കലായിട്ടും ഒരുപാട് ഇതുള്ള സിനിമകൾ നമ്മൾ കണ്ട് ഭ്രാന്തെടുത്ത് പോകുന്നു. പക്ഷേ ഈ സിനിമ നമുക്ക് വളരെ അടിപൊളിയായിട്ട് രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കും. പഴയ സിനിമ എന്നുള്ള ഒരു ഇതുപോലും വെക്കേണ്ട, പഴയ സിനിമയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പോലും വെക്കാതെ നമുക്കൊരു പുതിയ സിനിമ കാണുന്ന മൂടോടെ ഇരുന്ന് തന്നെ ഈ സിനിമ കാണാം. അങ്ങനെ ഇവരുടെ ഇടയിലേക്കാണ് ഈ കാട്ടുജാതിക്കാരൻ വരുന്നത്. ഇവരെ ഈ ജീപ്പും കാറും ഒക്കെ കണ്ടിട്ട് പുള്ളി ചോദിക്കുന്നത്, ഇതേടത്തെ മനുഷ്യരുണ്ട്, ദൈവം ഇങ്ങനെയൊക്കെ മനുഷ്യർ, ഇത് വല്ലാത്ത രീതിയിലുള്ള 4 കാലുള്ള മനുഷ്യരാണല്ലോ, ഉരുണ്ട ഇതൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞ് പുള്ളി പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ പറയുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് കുപ്പി കൊണ്ട് കൊടുക്കുന്നു. അവർ ദൈവമാണെന്ന് വിചാരിച്ചാൽ അവരുടെ കയ്യിൽ കൊണ്ട് കാരണം ഇവരിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവർ കൊടുക്കുന്നു, പക്ഷേ അവർ കുപ്പി വാങ്ങുന്നില്ല. കുപ്പി നമ്മളെ അല്ല, നിങ്ങൾ തിരിച്ചു കൊണ്ടുപോകുന്ന പറഞ്ഞാൽ അവർ കൊടുക്കുന്നു. പുള്ളിക്കത് വിഷമമായി. ദൈവം ഒരു സാധനം കൊടുത്ത് ദൈവം തിരിച്ചു വന്നു, അത് ഉപേക്ഷിച്ച് വരാനും വയ്യ. അപ്പോൾ അത് എവിടെയും ആരെങ്കിലും കൊടുക്കണം, ദൈവത്തിൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കണം. അതിനുള്ള യാത്രയ്ക്കിടയിൽ ഈ ജീവശാസ്ത്രജ്ഞനെയും അതുപോലെ ഗൊറില്ലയും നമ്മുടെ പിന്നെ ഒരു ടീച്ചറും ഉണ്ട്, ഒരു വില്ലേജിൽ പഠിപ്പിക്കാൻ വരുന്ന ടീച്ചർ. അതിനെ അവരെ കൊണ്ടുവരാനായിട്ടാണ് നമ്മുടെ നായകനെന്ന് വേണമെങ്കിൽ പറയാം ജീവശാസ്ത്രജ്ഞനെ. പുള്ളി വരുന്നതും പുള്ളിയുടെ കുറേ കോമഡി രംഗങ്ങളും റൊമാൻസും ഒക്കെ ഇതിനകത്തുണ്ട്. ലാസ്റ്റ് പിന്നെ ഈ ഗൊറില്ല ആൾക്കാരുമായിട്ട് യുദ്ധം ചെയ്യും. അതിൻ്റെ കൂടെ ഈ നമ്മുടെ കാട്ടുജാതിക്കാരനും വരികയും അവസാനം അത് എന്താണ് ഒരു ശുഭപരിസ്ഥിതിയായിട്ട് ഇത് ചെയ്യുകയും ചെയ്യും. അവർ നമ്മുടെ ടീച്ചറും ജീവശാസ്ത്രജ്ഞനും ഒന്നിക്കും ആ രീതിക്ക് പോവുകയും ചെയ്യും. അവസാനം ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ കുപ്പി കൊണ്ടുവന്ന് എവിടെയും കളയണമല്ലോ, ലോകത്തിൻ്റെ ഭൂമിയുടെ അറ്റത്ത് കൊണ്ട് കളയാമെന്നുള്ള ഒരു രീതിയിലൊക്കെ പോവുകയാണ്. അപ്പോൾ ഒരു മനോഹരമായൊരു താഴ്വര പുള്ളി അവസാനം കാണുന്നു. ആ താഴ്വരയിലേക്ക് കുപ്പി വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ വീണ്ടും പറഞ്ഞു പോവുകയാണ്, എത്ര നല്ല കഥ ആണ് ഈ സിനിമയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ കഥയില്ലാത്തതാണ് സിനിമയുടെ. അപ്പോൾ കഥ എഴുതാൻ ആളില്ലാത്തതല്ല, കഥയുണ്ട്, പക്ഷെ അത് വർക്കൗട്ട് ആവുന്നില്ല. എത്രയോ കഥകൾ നമ്മൾ കണ്ടും കേട്ട് വന്നപ്പോൾ പുതിയതാണ് എല്ലാവർക്കും കാണാനായിട്ട്. അവിടെ ഒരു നോവൽറ്റി ഫീൽ ചെയ്യണം, അങ്ങനെയുള്ള കഥകളില്ല. അങ്ങനെയുള്ള കഥകൾ ചൂസ് ചെയ്യാൻ സംവിധായകർ തയ്യാറാണ്. സംവിധായകരുടെ കുഴപ്പം മാത്രമല്ല, കഥ എഴുതുന്നവരെ കുഴപ്പമാണ്. സംവിധാനത്തിലും ഇപ്പം നമ്മുടെ ഓരോ സീന് നമ്മുടെ മൂവിയിലേക്ക് ഉൾപ്പെടുത്തുന്നു, ഒരുപാട് മെച്ചപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, കഥ സ്ട്രോങ് അല്ല, തിരക്കഥ സ്ട്രോങ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സംവിധാനം വിഷ്വൽ ഷോട്ടൊക്കെ ഒരു നമ്മളൊരു സിനിമയുടെ പഴയ സിനിമകളെടുത്ത് എത്ര വിഷ്വൽ ഷോട്ടുണ്ട്, എത്ര ഭയങ്കരമായിട്ടുള്ള ഷോട്ടുകളുണ്ട്. പക്ഷെ അതിലെ കഥകൾ കൊണ്ടാണ് ആ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ സിനിമയൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ സിനിമകളോട് നമുക്കൊരു പുച്ഛം തോന്നും. അതായത് ഇത്രയും
ഇതായിട്ട് നിങ്ങൾ ഇത്രയും മോശമായ സിനിമ എടുക്കുന്നു. പക്ഷേ ഇവിടെയൊക്കെ നോക്കി ഈ പഴയ സിനിമകൾ കാണാത്തവരുണ്ടെങ്കിൽ ഇതുപോലത്തെ പഴയ സിനിമകൾ കണ്ടു നോക്കുക, എത്ര മനോഹരമായിട്ടാണ് അവർ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല. സിനിമ കാണാൻ താല്പര്യമുള്ളവർ എൻ്റെ ടെലഗ്രാം ചാനലിൽ ലിങ്കുണ്ട്. ഈ ചക്കു സ്റ്റോറീസ് എന്ന് പറയുന്ന ഈ ചാനലിലും ഇതിൻ്റെ ലിങ്കും ടെലഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ എല്ലാവരും കാണുക. പുതിയൊരു സിനിമയായി വീണ്ടും